ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാം. എന്റെ അഭിപ്രായത്തില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കിട്ടണമെന്നാണ്. എന്തായാലും മീൻസ് തെറ്റ് ചെയ്യുന്നത് ആണും പെണ്ണും ചെയ്യുന്നുണ്ട്. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല, അതുപോലെ തന്നെയാണ് സ്ത്രീകൾ. എല്ലാ തെറ്റും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഈ എന്താ പറഞ്ഞത്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ന്യൂസ് കാണാം എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. ഞങ്ങൾ വിചാരിച്ച എന്താ നടക്കുന്നത് തനിക്ക് കാണണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളെ കണക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നോർമൽ സ്ത്രീയാണ്, ഞാനൊരു പ്രൊഫഷണലി ഡാൻസർ ആണ്. അപ്പൊ എനിക്കൊരു മകളാണുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, അപ്പൊ ഞാനിങ്ങനെ അവൾ എന്നോട്, എന്റെ മോൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പത്തെ ജനറേഷൻ കുട്ടികൾ അത് ചോദിച്ചു തുടങ്ങി. അവർക്കിതൊക്കെ അറിയാം. അപ്പൊ എന്റെ ഒരു ക്യൂരിയോസിറ്റി ആണിത്. മീൻസ് അന്നേരം അവര് കാണിക്കുന്നത് ആരാണോ പീഡിപ്പിച്ചത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക. പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. ഒരു കാര്യം പറയട്ടെ, 10 പ്രാവശ്യവും അവര് സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ്. ഇവൻ വാലിത്തിരി കൂടുതലാണ്. അത് കഴിഞ്ഞ് കേസ് കൊടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നത്തിന് എന്തോ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആഞ്ജനേയ സ്വാമി ഒന്നിങ്ങ വന്നേ. എന്റെ നായീന്റെ മോന്റെ മോനെ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. അല്ല, ഇവിടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ ചേട്ടന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. കാരണം കൊണ്ട് പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ചേട്ടന്റെ പേര് വെറുതെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നു. ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ടവരെ. അതിവനില്ല. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കള്ള കേസാ കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ, ഭയങ്കര ട്രോമ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നീ ഒന്നും പണയണ്ട. ഇത് ജെനുവിൻ കേസാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് ഞാൻ പറയുന്നില്ല. എന്താ അമ്മായി പറയുന്നത്? പറയട്ടെ സുഹൃത്തെ, ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഒരു ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും, ഞാൻ കള്ളക്കേസിനെ കുറിച്ചല്ല പറഞ്ഞത്, ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും ആ സ്ത്രീയുടെ പേര് പോലും പറയാൻ പറ്റില്ല. അവിടെ വെറും കുറ്റാരോപിതരെന്ന് പറയുന്ന ആൾക്കാര് സുപ്രീം കോടതി വരെ കറങ്ങി നടക്കുന്ന അനുഭവങ്ങള്, അത് ആരാണ് എന്താണെന്ന് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. നീയാണല്ലോ കോടതി. അവരുടെ പുതിയ പുതിയ പ്രൊജക്ടുകള് വരുന്ന കഥകൾ അറിയാൻ പാടില്ലേ? ജെനുവിൻ കേസിൽ നടക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീകളുടെ കൂടെ നിസ്സാരമായ പ്രമാദമായ പല കേസുകളും എടുത്തു നോക്കുക. ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല, എന്തോന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോടാ. പക്ഷെ പല കേസുകളും പലവരും കൂളായിട്ട് വിട്ടുപോകുമ്പോ ആ കുറ്റം നടന്നിട്ടുണ്ട്, പക്ഷെ ആളാരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ആളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന കേസുകളിൽ ഈ സ്ത്രീക്ക് പുറത്തു വരാതിരിക്കാൻ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പല ആരോപിതരായ ആൾക്കാർ വളരെ കൂളായിട്ട് വളരെ കൂളായി നടക്കുന്നുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ വളരെ കൂളായി നടക്കുന്ന സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ അത് ഉത്തരം പറ. അത് അവരെ വെച്ചുപയോഗിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. ഇതുപോലെ റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കാൻ പാടില്ല. വിക്ടിം അല്ലെങ്കിൽ പ്രതി അങ്ങനെ പറയാൻ പാടില്ല. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.